പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയൻ അർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നീക്കുവാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയമുള്ളവരെ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചും ധ്യാനിക്കുന്ന ഒരു കാലമാണ്. പെസഹ കാലം കഴിയുമ്പോൾ ഉയർപ്പ് കാലം. ഉയർപ്പ് കാലത്തെ പ്രധാനപ്പെട്ട പ്രമേയമാണ് എമ്മാവുസിലെ ശിഷ്യന്മാർ. ഞാൻ ചിലപ്പോഴൊക്കെ ഈ എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർക്കും. എമ്മാവുസിലെ ശിഷ്യന്മാരെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഹൃദയം എന്നുള്ള വാക്ക് സുവിശേഷം ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സുവിശേഷത്തിൻ്റെ ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇതിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം ജ്വലിക്കുന്ന ഒരു പ്രക്രിയ ആണ് വചന കൈമാറ്റത്തിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കേണ്ടത്. അതിനാണ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വചന പ്രഘോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഹൃദയമാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അത് ജ്വലിപ്പിക്കണം. ഹൃദയം ഒരു ബയോളജിക്കൽ ഉപകരണമാണ്, അല്ലേ? ഒരു മോട്ടറല്ലേ, പമ്പിങ് മോട്ടറാണ്. ബ്ലഡ് പമ്പ് ചെയ്യണം. ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ
ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നൊരു മോട്ടറാണ്. പക്ഷെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മീയമായ ഹൃദയത്തിന് യേശു കർത്താവാണെന്ന് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ രക്ഷയുടെ സുവിശേഷമാണ് സ്വീകരിക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുന്നത്. അത് ഈശോ പറയണ്ട്. എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച്, എന്നെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്ക 24:26 ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഹോൾ രക്ഷാകര ചരിത്രത്തിന്റെ സാരസംഗ്രഹമായ ഈ വചനമാണ് ഹൃദയം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉദ്ദീപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് പോളും ആദിമ സഭയെല്ലാം ഹൃദയത്തിലേക്കാണ് വചനം കൊടുക്കുന്നത്. രക്ഷാ സുവിശേഷത്തിന് ബുദ്ധിപരമായ ഒരു തലമില്ല. നമ്മൾ ഏതോ കാലത്ത് രക്ഷാസുവിശേഷം ബുദ്ധിപരമായൊരു ഫാക്കൽറ്റിയുടെ വിഷയമാക്കി മാറ്റിയത് നിസ്സാര രീതിയിലല്ല മിഷനെ ബാധിച്ചിരിക്കുന്നത്. രക്ഷാകരമായ പദ്ധതി ഒരു ഇൻ്റലക്ച്വൽ വിഷയമല്ല ശരിക്കും. അതൊരു ഹൃദയംഗമമായ വിഷയമാണ്. അതുകൊണ്ടാണ് ആദിമസഭയുടെ ടോട്ടൽ കൺസെപ്റ്റ് അതാണ് 10:9 കണ്ട രക്ഷ എങ്ങനെ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അക്കാഡമിക് ബിസിനസ്. ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സുമല്ല. രക്ഷ പ്രാപിക്കണേ എങ്ങനെയാണ്? റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അതാണ് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയം ജ്വലിക്കുന്നത് ഒറ്റ വിഷയത്തിലാണ്. യേശു ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ ഒരു വിശ്വാസം ആ ഹൃദയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് എമ്മാവൂസ് ശിഷ്യന്മാർ പറയണില്ലേ? അപ്പം അവൻ എന്താ സംസാരിച്ചത്? അവൻ സംസാരിച്ചത് റോമ 10:9 അനുസരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്നാണ് സംസാരിച്ചത്. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയിരുന്ന ആ രക്ഷയുടെ അനുഭവം കിട്ടിയ ആൾക്കാരെ എന്താണ് അവരുടെ കണ്ണ് തുറന്നെന്നാണ് പറയണത്. ലൂക്ക 24:30-31 അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ മുറിച്ചപ്പോഴേ കണ്ണ് തുറന്നു. എന്തപ്പമാണ് മുറിച്ചിരിക്കുന്നത്? ഈ വചനങ്ങളെല്ലാം കേട്ട് ഹൃദയം ജ്വലിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ് ജീവൻ്റെ അപ്പമാണ് അവൻ മുറിച്ചിരിക്കുന്നത്. അതോടുകൂടി ആ മുറിക്കപ്പെട്ട നിമിഷങ്ങളിൽ അവരുടെ കണ്ണ് തുറന്നു. അവരെന്താ കണ്ടിരിക്കണത്? അകലെ കല്ലറ കണ്ടു. കല്ലറയുടെ കൂടെ കാൽവരി കണ്ടു. കാൽവരിയുടെ കൂടെ കൂട്ടായ്മ കണ്ടു. അവരെടുത്തൊരു ഓട്ടമാണ് ഓടണം. എന്തിനാണ്? ആ കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മയിലൂടെ ഭാഗമാകുമ്പോൾ ലഭിക്കാൻ പോകുന്ന കാൽവരിയെക്കുറിച്ചും ആ കാൽവരിയുടെ നിത്യസമാനമായ കല്ലറയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആണ് അവർ തിരിച്ചു പോകുന്നത്. ഓരോ അപ്പമുറുക്ക ശുശ്രൂഷയും ഓരോ പെസഹ വാരവും കല്ലറ കാൽവരിയും കൂട്ടായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യപ്പെടാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളെ വീട് ജപ്തിയായി പോയതും ബിസിനസ് കടമായി പോയതും നഷ്ടമായതും മക്കൾ പഠിക്കാത്തതും മക്കളുടെ വിവാഹം താമസിച്ചതും ഇതെല്ലാം ദൈവത്തിന് നന്മയ്ക്കായി മാറ്റാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ? ഇത് ഉറപ്പാണ്. ഇതിന് ചെയ്യേണ്ടത് ദൈവത്തെ മാത്രം ആശ്രയിച്ചിരിക്കുക. ഇതെന്താ സംഭവം എന്നാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിലൊക്കെ ഞാൻ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടില്ല പറയുന്നത്. എൻ്റെ ജീവിതം എനിക്കറിയാം. ഞങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു 12,000 രൂപ പണയം കൊടുത്താണ് താമസിക്കുന്നത്. അത് ആസ്പെക്ടോസ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വീട് ഇവർ ഉടമസ്ഥൻ വിറ്റ് അയാൾ പറഞ്ഞ് 1 മാസത്തിനകത്ത് മാറണമെന്ന്. പക്ഷേ ഈ 12,000 ഇരുന്ന് വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരുടെ ഇരുന്ന് കുറച്ച് കാശ് വാങ്ങിച്ച് അതിൽ ബാക്കി 5,000 രൂപ പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ വീട് മാറണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം, വാടക കൊടുക്കണം. അച്ഛനാണെങ്കിൽ കിട്ടിയ കാശെല്ലാം പോയി. അച്ഛന് ബിസിനസ് ചെയ്യാൻ അറിയില്ല, എല്ലാം പോയി. പെൻഷൻ്റെ കാശ് പലിശ അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പെൻഷൻ വാങ്ങിക്കാൻ പോയാൽ പെൻഷൻ ഓഫീസിൽ അന്നൊന്നും ബാങ്കിലില്ല. പെൻഷൻ ഓഫീസിൽ കടക്കാരൻ നിൽക്കും ഇങ്ങനെ. അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി കാശും ചോദിച്ച് അവർ ചീത്ത വിളിക്കും, അവമാനിക്കും. അതുകൊണ്ട് പോവില്ല. വീട്ടിലാണെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. വീട് ഇറങ്ങി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ രാത്രി കിടന്ന ഉറക്കം വരില്ല. അന്ന് പ്രാർത്ഥന അറിയില്ല. ഒരു മാതാവിൻ്റെ ചെറിയ പടം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഫോട്ടോ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലെല്ലാം സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സ്വന്തക്കാരുടെ അവർക്ക് വീടുണ്ട്, കാലി കിടക്കുക, നല്ല കാശുകാരാണ്. അപ്പോൾ അമ്മ ഞങ്ങളെ വളരെ അടുത്ത ബന്ധുക്കളാണ്. അവിടെ പോയി അമ്മ അങ്ങനെ എവിടെയും പോയി ചോദിക്കില്ല. അമ്മ പോയി അവിടെ ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, നിങ്ങൾ വാടകയൊന്നും തരാൻ നിങ്ങൾക്ക് കഴിവില്ല, അതുകൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു വിട്ടു. പ്രൈസ് ദി ലോർഡ്. മൊത്തം നോക്കി അങ്ങനെ പറഞ്ഞു. അമ്മ അങ്ങനെ കറിയാറില്ല. വന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോടും പറഞ്ഞ്, എനിക്കും വിഷമം, എവിടെ പോയി ഇതൊക്കെ എടുത്തിട്ട് പെരുക്കിയിട്ട് എവിടെയാണ് പോകുന്നത്, ആ സ്ഥിതി. അപ്പോൾ ഇനിയൊരാൾ അച്ഛൻ കടം കൊടുത്തവർ അവർ തിരിച്ചു തരാൻ വേണ്ടി തിരിച്ചു തന്നിട്ടില്ല. അവിടെ ഒരു 7,000 രൂപ കിട്ടാനുണ്ട്. അച്ഛൻ കൊടുത്ത അച്ഛനെ തിരിച്ചു വാങ്ങിക്കുമെന്ന് അറിയില്ല. അച്ഛൻ പോയി ചോദിക്കുകയില്ല. അമ്മ തന്നെ പാവം പോയി വീട് മാറണമല്ലോ, ഈ പൈസ കിട്ടുമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അതാണ് ഏറ്റവും സങ്കടമായത്. അവർ പറഞ്ഞ്, കാശ് ചോദിച്ച് അത് ആണുങ്ങൾ തമ്മിൽ തീർക്കും, കാശ് ചോദിച്ച് ഇവിടെ വരരുത്, വിശക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ച് തരും. ഹല്ലേലൂയ. ഇതെല്ലാം തരും. നമ്മളെല്ലാ ആഗ്രഹവും നമ്മളെ ശക്തിയെ എല്ലാം ദൈവം എടുത്തു മാറ്റും. നമുക്ക് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഉണ്ട്. ഇത് സംഭവിച്ചാൽ അതിൽ പോകാം, അത് സംഭവിച്ചാൽ ഈ പലിശ ആ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക, ഇത് കഴിഞ്ഞാൽ ഈ സ്ഥലം വിറ്റ് അത് ചെയ്യാം, ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാം. ഇങ്ങനെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എല്ലാം ഫെയിലിയർ ആക്കണം ദൈവത്തിന്. ഫെയിലിയർ ആക്കിയിട്ട് ഒറ്റ പ്ലാനേ ഉള്ളൂ, ദൈവമേ നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമേ, ഞാൻ ഒരു ദിവസം ഇതെല്ലാം ജീവിതം കൈവിട്ടു പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥന അറിയില്ല. മാതാവിൻ്റെ ആ പടവും കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ്, എനിക്ക് വേണ്ടിയിട്ടില്ല. അന്ന് വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടില്ല, 2 ദിവസമായിട്ട് ഭക്ഷണം വെച്ചിട്ടില്ല.
അപ്പോൾ ഈ അമ്മ കരയണത് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് തന്ന അമ്മയ്ക്ക് പുറത്തു പോയി ആരോട് ചോദിക്കാൻ വയ്യ, അതിനൊന്നും ശീലിച്ചിട്ടില്ല, നല്ല ജീവിച്ചതാ. അപ്പോൾ ആ പടം കണ്ടുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് വേണ്ടിയിട്ടില്ല, എൻ്റെ അമ്മ കരയണേ. ഞങ്ങൾ നാളെ ഭക്ഷണം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇന്ന് പട്ടിണി കിടക്കാം, മറ്റന്നാൾ കിട്ടുകൊണ്ടിട്ടുണ്ടെങ്കിലും പട്ടിണി കിടക്കാം, എന്താ വഴി, എനിക്ക് വേറെ ആരുമില്ല എന്ന് അമ്മയോട് പറഞ്ഞു. ഇങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്. അന്ന് തൊട്ട് വീട്ടിൽ അതാണ് യഥാർത്ഥ 38ാമത്തെ കൊല്ലം എൻ്റെ അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ ബുദ്ധിമുട്ട് വന്നിട്ട്. അത് മാത്രമല്ല, ഞാൻ ആലോചിച്ച് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ 1 രൂപ ടിക്കറ്റ് എടുത്ത് പോയി കിടക്കണം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയതാണ്. ഞങ്ങൾക്ക് എവിടെ പോവും, ഈ ബാഗൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണമെന്ന്. എനിക്ക് എൻ്റെ ദൈവം, നമ്മളെ ദൈവം, നമ്മളമ്മ കൊച്ചിയിൽ ഇന്നും അത്രയും വലിയ ബംഗ്ലാവില്ലാത്ത വീടാണ് എനിക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും കൊച്ചിയിൽ നിങ്ങൾ പോയി അന്വേഷിച്ചു, അതുപോലെ ഉണ്ടാകില്ല അത്രയും. അത് അമ്മ എനിക്ക് തന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ ജീവിതം അതുപോലെയാണ്. നിങ്ങൾ നോക്കേണ്ട, ഇതൊക്കെ ഈ പ്രതികൂലം സംഭവിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ സാധിക്കുന്നത്? ദൈവം അങ്ങനെ തന്നെ എടുത്ത് മാറ്റും, ഇതൊക്കെ മാറ്റിക്കളയും, മൊത്തം മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവ ഇഷ്ടത്തെ മാത്രം കാണുക. ദൈവം മുൻകൂട്ടി പറയുന്നത്, എടാ ഇത് ഞാൻ അനുവദിച്ച് തന്നിരിക്കുകയാണ്, നീ മിണ്ടാതിരിക്കുക, നീ എന്നിൽ മാത്രം ആശ്രയിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ക്ഷമയോടെ കാത്തിരിക്കുക. ഹെബ്രിയ 6:15 ദൈവം പറയുക, അബ്രാഹാമിന് വാഗ്ദാനങ്ങളെല്ലാം നിറവേറിയത് അവൻ കാത്തിരുന്ന്. ദൈവത്തിൻ്റെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനമായിട്ട് ദൈവം തന്നിരിക്കുക. നീ കാത്തിരിക്കണം ക്ഷമയോടെ. ദൈവത്തോട് പറയണം, എനിക്ക് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ജീവിത രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങൾ നിന്നെ മാത്രം, നിൻ്റെ മകനെ മാത്രം ആശ്രയിച്ചിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ഈ നിമിഷം ഞങ്ങളെ തൊട്ട് ഞങ്ങൾ ദൈവത്തെ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ആ കൃപ ഞങ്ങളെ ഹൃദയത്തിൽ നിറയ്ക്കണേ. പ്രൈസിൽ സമാധാനത്തിൽ സന്തോഷത്തിലിരിക്കുക. ഒരു സങ്കടം പോലും മനസ്സിൽ കൊണ്ടുവരരുത്. ഒരു ഓർമ്മ പോലും സങ്കടത്തിൻ്റെയോ ഉത്കണ്ഠയോ ഒന്നും കൊണ്ടുവരാതിരിക്കുക. നമ്മൾ ഉടമ്പടി എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഉടമ്പടിയിൽ 2 പേര് വേണം. ഒന്ന് നമ്മളും, ഒന്ന് ഈശോയും, ദൈവം. അപ്പോൾ ഉറപ്പല്ലേ ഈശോ ഇവിടെ ഉണ്ടെന്ന്? അപ്പോൾ ഈശോയുടെ മുമ്പിൽ സങ്കടത്തിന്, ഭയത്തിന്, കരച്ചിൽ, വിഷമം ഒന്നും പാടില്ല. ആ ദൈവകൽപ്പനയാണ് എപ്പോഴും സന്തോഷമായിരിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത്. സങ്കടപ്പെടേണ്ട. നമ്മളിത് കോംപ്ലിക്കേറ്റ് ആക്കുകയും വേണ്ട, വളരെ സിമ്പിളാണ്. ഉടമ്പടി ജീവിക്കാൻ അത് അമ്മ നമ്മളെ സഹായിക്കും. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ആഗ്രഹിച്ചാൽ മാത്രം മതി. ഉടമ്പടിയിൽ ജീവിക്കണമെന്ന്. ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ പറഞ്ഞെന്താ? അവൻ പറയുന്നത് ചെയ്യുക. അത് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചാൽ മതി. ദൈവവചനം നമ്മൾ ഒന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കണം, അത്രേ ഉള്ളൂ. ശ്രമിക്കുക ആദ്യം, ബാക്കി പുഷ് ചെയ്യണമൊക്കെ അമ്മ ചെയ്തോളും. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ, വചനം പാലിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്, നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അതിന് കൃപ ഉണ്ടെങ്കിൽ മാത്രമേ വചനം പാലിക്കാൻ സാധിക്കൂ. നുണ പറയാതെ ഒന്നും ഇരിക്കാൻ സാധിക്കില്ല. നമ്മൾ 10 വാക്ക് സംസാരിച്ചാൽ അതിൽ 5 നുണയായിരിക്കും. നമ്മൾ അറിയാതെ നമ്മൾ പറയും. പക്ഷെ ഇതിനു വേണ്ടി ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ ആഗ്രഹം കാണുമ്പോൾ അമ്മ നമ്മളെ സഹായിക്കും. ആഗ്രഹിച്ചാൽ മതി.
എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വചനത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക, നമ്മളറിയാതെ നമ്മൾ അകന്നു പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം എപ്പോഴും അടുത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും 1 യോഹന്നാൻ 5:19 പരിശുദ്ധാത്മാവ് പറയുക, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഈ ലോകം ഈ തിന്മയുടെ ആധിപത്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ തിന്മയുടെ ശക്തി നമ്മളെ നിയന്ത്രിക്കും, സാത്താൻ നമ്മളെ നിയന്ത്രിക്കും. അതുകൊണ്ടാണ് ഈ സമാധാനക്കുറവും സങ്കടങ്ങളും ഭയം എപ്പോഴും കരച്ചിലും പിരിവിരിപ്പൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ശ്രമിച്ചാൽ മതി. അതുപോലെ നമുക്കെപ്പോഴും ഒരു ബോധ്യം വേണ്ടിയത് ഈ ബോധ്യമാണ്. ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം വേണം നമുക്ക്. നമ്മൾ പകുതി സംശയത്തിലും ഈ കുറച്ച് വിശ്വാസം, പകുതി സംശയം, പിന്നെ നടക്കട്ടെ ബൈ ചാൻസ് ഒന്നും പാടില്ല. രക്തക്ഷാപംകാരി സ്ത്രീ, ആ കൂട്ടത്തിൽ അനേക പേരുണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് ഈശോനെ തൊട്ടവരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അവിടെ ദൈവത്തിൻ്റെ ശക്തി, ഈശോയുടെ ശക്തി ഇറങ്ങിയില്ല, സൗഖ്യം കിട്ടിയില്ല. പക്ഷെ അവൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വസ്ത്രത്തിൻ്റെ തുമ്പിൽ തോടെയാണ് ചെയ്തത്. തൊട്ടപ്പോഴത്തേക്ക് ശക്തി ഇറങ്ങി വന്നു. ബോധ്യമാണ്. മറ്റുള്ളവർക്കില്ലാത്ത നേരിട്ട് ഈശോനെ തൊട്ടുകൊണ്ടിരുന്നവർക്കൊന്നും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വേണം, ഞാൻ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഈശോ എന്നെ ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന, എപ്പോഴും എന്നോട് കരുതലുള്ളത്, ആ ഒരു ബോധ്യം നമുക്ക് വേണം. നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അടയാളങ്ങളിൽ ആശ്രയിച്ചാണ് വിശ്വസിക്കുന്നത്. എനിക്ക് എന്തോരം അടയാളം കിട്ടി, കഴിഞ്ഞ ആഴ്ച എനിക്ക് അടയാളം കിട്ടി, ഇല്ല കഴിഞ്ഞ കൊല്ലം കിട്ടി. അടയാളങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നിൽക്കില്ല, വിശ്വാസം നഷ്ടപ്പെടും. അമ്മമാതാവിൻ്റെ വിശ്വാസം എന്തിലായിരുന്നു? നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് ദൈവവചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. ദൈവവചനം നിറവേറും എന്ന് വിശ്വസിക്കണം. ഉടമ്പടി അതാണ്. ഉടമ്പടിയിൽ 2 പേരാണ് ഉടമ്പടി ചെയ്യുന്നത്. അതിൽ 2 പേർക്ക് ലാഭം ഉണ്ടാകണം. നമുക്കൊരു കാര്യം നടക്കാനല്ലേ. നമുക്കെന്താ, ദൈവം 8550 വാഗ്ദാനങ്ങൾ ലോകത്തിലേക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം എല്ലാം ഈ ലോകത്ത് ജീവിക്കാൻ മതിയായതാണ്. വാഗ്ദാനങ്ങളെല്ലാം ഉണ്ട്. അത് ബൈബിളിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് യെശയ്യാ 34:16 പറയാണ്, ഈ പുസ്തകത്തിൽ ഇരുന്ന് നീ ദൈവവചനങ്ങൾ തിരഞ്ഞെടുക്കുക, വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുത്ത് നീ അതിൽ വിശ്വസിക്കുക. നമുക്കെല്ലാം ഉള്ള പ്രശ്നം എന്താ? വാഗ്ദാനങ്ങളെല്ലാം നിറവേറും. ഉടമ്പടിയിൽ സംഭവിക്കുന്നത്, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക ചെയ്യുന്നത്. അത് നമുക്ക് അനുഭവം പലവർക്കും കിട്ടാത്ത കാരണം ഹെബ്രിയ 4:2 വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരതിൽ വിശ്വസിച്ചില്ല. വചനത്തിലില്ല വിശ്വസിച്ചത്. ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ കാര്യമായി. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ സിമ്പിളാണ്. നിങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ട്രാക്ക് മാറാനുണ്ട്. ഇച്ചിരി ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവം കിട്ടും. നമുക്ക് അനുഭവമാണ് വേണ്ടത്. ദൈവമായിട്ട് ജീവിക്കണം. ഈ അടയാളങ്ങളൊക്കെ പോട്ടെ, അത് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ചോദിക്കാതെ തന്നെ ദൈവത്തിന് അറിയാൻ നിനക്ക് എന്താ ആവശ്യമെന്ന് മത്തായി 6:8 പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വിട്ടുകൊടുക്കുന്ന നല്ലത്. ദൈവത്തിന് ഭംഗിയായിട്ട് അറിയാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിക്കേണ്ടത് വചനത്തിലാണ്. നമുക്ക് എല്ലാവർക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ
ഞാൻ ഇന്ന് ഒരു കാര്യം നിയോഗം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച്